നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. റഫറിംഗ് വിവാദം കത്തി നിൽക്കുന്നതിനിടെ ഇന്ന് മാഡ്രിഡ് ഡെർബിയാണ്. സാന്റിയാഗോ ബെർണാബുവിൽ റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30. ഇപ്പോൾ റയൽ മാഡ്രിഡ് റഫറിങ്ങിനെതിരെ പരാതിയുമായിട്ടൊരു ലെറ്റർ അയച്ചു. അത് വലിയ ചർച്ചയാവുകയാണ്. കഴിഞ്ഞ കളിയിലെ ചില മിസ്റ്റേക്കുകളൊക്കെ റഫറിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിൻ്റെ ഓഡിയോ, അതായത് വാർ റൂമിലെ ഓഡിയോ റയൽ ചോദിച്ചിട്ട് അത് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ പുകഞ്ഞു നിൽക്കുമ്പോൾ റയലിനെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞു വരുന്നവരിൽ തലപ്പത്തുള്ള ടീമാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. റെലിവോയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നു, നമ്മളത് വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ റയലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് റയലിനെതിരെ നടപടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ലാലിഗയിലെ ഒട്ടുമിക്ക ടീമുകളും, ലാലിഗ തന്നെയും ലാലിഗ പ്രസിഡന്റും RFEF ഒക്കെ യുണൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. റയൽ ഒരു ഭാഗത്തും ബാക്കിയുള്ളവർ മറുഭാഗത്തും എന്നതാണ് സ്ഥിതിവിശേഷം. അപ്പോൾ ആഞ്ചലോട്ടി പറയുന്നുണ്ട്, ഈ റഫറിങ് സിസ്റ്റം ശരിയല്ല, അത് മാറ്റണമെന്നാണല്ലോ ഞങ്ങളുടെ ആവശ്യം. ഇതുവരെ റഫറി റയൽ മാഡ്രിഡിനെ സഹായിക്കുന്നു എന്ന് മുറവിളി കൂട്ടിയവർ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ സിസ്റ്റം മാറ്റണമല്ലോ. ഇപ്പോൾ ഈ സിസ്റ്റത്തിനെതിരെ ഞങ്ങൾ നിലപാടെടുക്കുമ്പോൾ അതിനെ തള്ളിക്കളയുന്നു. എന്നെ ഇത് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഇവരുടെ നിലപാട്? തീർച്ചയായിട്ടും ഇത് റയലാണ് ഇങ്ങനെ ശബ്ദമുയർത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവർ മറുഭാഗത്ത് നിൽക്കുന്നത് എന്ന് തന്നെ തുറന്നടിച്ചങ്ങ് പറയുകയാണ് കാർലോ ആഞ്ചലോട്ടി. ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. അവർ പറയുന്നു, റയൽ മാഡ്രിഡിൻ്റെ ഫേവറബിളായിട്ട് റഫറിമാർ നിൽക്കുന്നു എന്ന് പറഞ്ഞവരാണ്. അവരത് പറഞ്ഞിരുന്നു. അപ്പോൾ റയൽ മാഡ്രിഡിന് ഇപ്പോൾ ഈ സിസ്റ്റം ചേഞ്ച് ചെയ്യണം, അങ്ങനെയെങ്കിൽ സിസ്റ്റം ചേഞ്ച് ചെയ്യണം. പക്ഷേ ഇപ്പോൾ എല്ലാവരും റയലിനെതിരെ നിൽക്കുകയാണ്. ദാറ്റ് സർപ്രൈസസ് മീ. തീർച്ചയായിട്ടും ഞങ്ങൾ സിംപ്ലി ആവശ്യപ്പെട്ടത് ആ കഴിഞ്ഞ കളിയിലെ മിസ്റ്റേക്കുകളൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. ഞങ്ങൾക്ക് ഈ സിസ്റ്റം മാറ്റണം, ഞങ്ങൾ എന്തായാലും ഇതിൽ ഹാപ്പി അല്ല. ഓഫ് കോഴ്സ് ബാക്കിയുള്ളവരൊക്കെ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം റയൽ മാഡ്രിഡാണ് ഒരു ഭാഗത്ത് നിന്ന് മാറ്റം വേണമെന്ന് പറഞ്ഞത് എന്നതുകൊണ്ട് മാത്രമാണ് ബാക്കിയുള്ളവർ എതിർപ്പുമായിട്ട് വരുന്നത് എന്നാണ് ആഞ്ചലോട്ടി പറയുന്നത്. കാര്യങ്ങൾ ഇപ്പോൾ തുറന്നങ്ങ് പറയുകയാണ്. അപ്പം നമുക്കറിയാമല്ലോ, ഒരു ഭാഗത്ത് റയലിനെതിരെ നടപടി എടുക്കണമെന്ന് വാദിച്ച ടീമാണ്, അല്ലെങ്കിൽ അങ്ങനെ ശക്തമായിട്ട് നിലപാടെടുത്ത ടീമാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അവർക്കെതിരെയാണ് ഇന്ന് കളി. അപ്പോൾ അതുകൊണ്ട് അതിന് വീറും വാശിയും കൂടി. അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.